ആ തന്നിട്ടുള്ള ആ ദൈവത്തിന് ഞാൻ പലതരത്തിലും എൻ്റെ ചെറുപ്പം മുതൽ കൊണ്ട് തന്നെ എൻ്റെ പിതാവിനോട് പറഞ്ഞതാണ്, നീ ഒരു സംഘടനയിലും ചേരരുത്, നീ ഒരു പാർട്ടിയിലും മെമ്പറാവരുത്. ഇതെല്ലാം അന്ന് കേട്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും 100% അതിനെന്തും പുറത്തോട്ട് ഞാൻ പോയിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള നട്ടലിന്റെ ഉറപ്പ് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അത് തീർച്ചയായിട്ടും വലിയൊരു ഉപദേശമായിരുന്നു. ഇന്ന് അതിനെ നീ ഒന്നിനോടും ബന്ധപ്പെടരുത്, പക്ഷെ നീ എല്ലാവരുടെയുമാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും അതിന്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷെ മഹത്തുക്കളായ ഋഷിവരന്മാർ, പ്രത്യേകിച്ച് ഭാരതത്തിൽ ആദ്യമായിട്ട് ഏത് കാലത്താണ് ഈ മന്ത്രം ജപിച്ചതെന്നറിയില്ല, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച മഹാഋഷിവാരന്മാരെ ഉദ്ദേശിച്ചത് മുസ്ലിമിനെ ഉദ്ദേശിച്ചോ, ക്രിസ്ത്യാനിയെ ഉദ്ദേശിച്ചോ, ഹിന്ദുക്കളെ ഉദ്ദേശിച്ചോ, മറ്റൊരുപാട് മതങ്ങളും പല 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 സുനാമികൾക്ക് ശേഷമുണ്ടായ വളർന്നു വന്നതുപോലുള്ള ഒരുപാട് മത സ്ഥാപനങ്ങളും ശീലങ്ങളും ഉണ്ട്. ഈ മതശീലങ്ങളെക്കാളും ഉപരിയായിട്ടുള്ളത് മതത്തിന്റെ ഉൾക്കാഴ്ചയാണ്. മതം എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ നന്നാകാൻ വേണ്ടിയാണ്. അത് ഉൾക്കൊള്ളാതെ നമ്മളുടെ ശീലം ഒരു മതത്തിൽപ്പെട്ട ആൾ ഇങ്ങനെ ധരിച്ചിരിക്കണം, ഇങ്ങനെ ജീവിക്കണം, ഇന്നതേ കഴിക്കാവൂ, അതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ അടുത്തിരിക്കുന്നവനെ, അയൽപ്പക്കത്തുകാരനെ സ്നേഹിക്കുക, വിശ്വസിക്കുക, പുണരാനുള്ള മനസ്ഥിതി ഉണ്ടാവുക എന്നുള്ള ശീലം അവിടെ ജാതി ചോദിച്ചിട്ടോ അല്ലെങ്കിൽ മതത്തിലെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിക്കുന്നവര് ആണ് ഞാൻ മറ്റേ കാറ്റഗറി എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും ഇപ്പുറത്തെ ഈ നല്ലതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കാറ്റഗറിയിലേക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി ഇപ്പോഴ് ഞാൻ പറയുന്നത് മൈ നെയിം ഈസ് യേശുദാസ്. ഇതൊരു നല്ലൊരു വേർഡായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? മൈ നെയിം ഈസ് ഖാൻ എന്ന് പറഞ്ഞത് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ പടം കണ്ടില്ല, എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടതിൽ നിന്ന് മനസ്സിലായത് എത്രത്തോളം തെറ്റിദ്ധാരണകളുണ്ട് ഒരു മനുഷ്യന്. ഈ തെറ്റിദ്ധാരണയാണ് മനുഷ്യന് ഏറ്റവും വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ആരും നല്ലവരുമുണ്ട് ചീത്തവരുമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ രണ്ട് ജാതികളെ ഇവിടെ ഉള്ളൂ, നല്ല ജാതി, ചീത്ത ജാതി. ആ നല്ല ജാതിയിൽ എത്രയോ നല്ല മഹത്തുക്കള് ഹിന്ദുമതത്തിലുണ്ട്. ഹിന്ദു മതമെന്ന് പറയുന്നത് തെറ്റായിട്ട് വിചാരിക്കരുത് കേട്ടോ. ഇപ്പോഴും ആക്കിയത് കൊണ്ട് ഇനി അത് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നില്ല. ഹിന്ദു സംസ്കാരമാണ്, ഹിന്ദു മതമല്ല എന്നാണ് എൻ്റെ ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിനിപ്പോൾ ഞാൻ തിരുത്താനൊന്നും പോകുന്നില്ല. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം. ഹിന്ദു മതമായാലും ഹിന്ദു സംസ്കാരമായാലും നല്ലത് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും, അതായത് മുസ്ലിം സഹോദരങ്ങളായാലും ക്രിസ്തീയ സഹോദരങ്ങളായാലും മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ മതസ്ഥരും ഒന്നിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യനൊരു ദ്രോഹം ചെയ്യാതെ ഒരു മനുഷ്യനെ സഹായിക്കാനൊക്കെങ്കിൽ അതാണ് ഏറ്റവും മതത്തിൽപ്പെട്ട ഏറ്റവും വലിയ തത്വവും ധർമ്മവും. ഒരു കണ്ണുകൊണ്ട്, നോട്ടം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സാ വാചാ കർമ്മണ എന്നാണ് മഹാത്മാക്കളായ നമ്മുടെ ഋഷിവരന്മാരെ എഴുതി വെച്ചിട്ട് പോയിട്ടുള്ളത്. അതിനേക്കാൾ വലിയ ഉപരിയായിട്ടൊന്നുമില്ല. പ്രവൃത്തി കൊണ്ട് കാണിച്ച് നമുക്ക് ചിരിച്ച് കാണിച്ച് സന്തോഷിപ്പിക്കാം. പക്ഷെ മനസ്സിൽ ഇവരെ ഞാൻ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ജയിപ്പെടുത്തും എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാനൊക്കില്ല. അതാണ് ഏറ്റവും വലിയ പാപം. മനസ്സുകൊണ്ട് വ്യഭിചരിക്കുന്നതും മനസ്സുകൊണ്ട് കൊല്ലുന്നതും മനസ്സുകൊണ്ട് ദ്രോഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു പാപം ഈ ലോകത്തില്ല. ഒന്നും ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പരിശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സർവം ബ്രഹ്മമയം എന്നാണ് പഠിപ്പിച്ചത്. ആ ഒരു ചെറിയ തത്വമായിരിക്കണം എൻ്റെ പിതാവ് എന്നോട് പഠിപ്പിച്ചു തന്നെന്നുള്ളത് എനിക്കിപ്പോൾ ഉൾക്കൊള്ളാൻ ഒക്കുന്നത്. ഇത്രയും വയസ്സായി കഴിഞ്ഞപ്പോഴാണ് അല്പം തുറക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഒരു ചെറിയൊരു വാക്കുകൊണ്ട് നിർത്തുകയാണ്. യഹൂദ വംശവും മുഹമ്മദീയ വംശവും ക്രിസ്തീയ വംശവും ഒക്കെ ഉദ്ഘോഷിക്കുന്നത് ഏകദൈവമേ ഉള്ളൂ. സംശയിക്കും എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരുപാട് ദേവന്മാരുണ്ടല്ലോ. ഇവിടെ ദൈവവും ദേവനും എന്നുള്ള വാക്കിനെ കുഴയ്ക്കുകയാണ്. ദൈവവും ദേവന്മാരും വ്യത്യാസമുണ്ട്. ചെയർമാനും മറ്റുള്ള ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും എന്നുള്ള പോലെ തന്നെ വിചാരിക്കണം. ഞാൻ പല കാലത്തും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴിത് വളരെ ആവശ്യമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉപനിഷത്തിലെ ഈശാവാസ്യ ഉപനിഷത്തിൽ നിങ്ങളെല്ലാവരും ഒന്നും വായിക്കേണ്ടതാണ്. ഇത് ഞാനും കൺഫ്യൂഷന് വേണ്ടി പറയല്ല, നമ്മൾ വായിച്ചറിയേണ്ട കാര്യമാണ്. 12ാമത്തെ ശ്ലോകത്തില് നശ്വരങ്ങളായ ദേവതകളെ, മാതൃപിതൃക്കളെ,
മാനവജാതികളെ നീ പൂജിക്കരുത് എന്നെ അല്ലാതെ. ദൈവം ഇത് തെറ്റിദ്ധരിക്കരുത്, എന്നെ എന്ന് പറഞ്ഞ എഴുതാറിനല്ല, അവനെ. അല്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി കളയരുത്. എന്നെ അല്ല ഉദ്ദേശിക്കുന്നത്, ആ ജനിക്കാത്തതും മരിക്കാത്തതുമായ സർവ്വജീവചരാചരങ്ങളെയും ലോകത്ത് സൃഷ്ടിച്ച ജാതിയില്ലാത്ത ആ പൊരുളിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ പൊരുളിനെ മാത്രമേ വന്ദിക്കാവൂ എന്ന് അതിൽ പറഞ്ഞത് എത്രയെത്ര സുനാമികൾ കൊണ്ട്. സുനാമി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വന്നിട്ടുള്ള കലാമിറ്റീസിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മാനസിക സുനാമികൾ. മനുഷ്യന്റെ മാനസികമായ തന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സുനാമികൾ കൊണ്ട് എന്തൊക്കെയോ പഠിപ്പിച്ച് നമ്മളെ അകത്തി. സുനാമിയെ കൊണ്ടാണ് ഭാരതവും ആഫ്രിക്കയും അമേരിക്കയും റഷ്യയും മറ്റുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളും അകന്നുപോയെന്നുള്ള ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതുപോലത്തെ സുനാമികളാണ് ഇന്ന് നമ്മളെ അകത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏകദൈവമേ ഉള്ളത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരെയും നമുക്ക് പൂർണ്ണമായിട്ട് ബഹുമാനിക്കാം, ആരെയും ബഹുമാനിക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ ചെയർമാൻ ആകെയുള്ള ഒരൊറ്റ ഒരുത്തനേ ഉള്ളൂ. അവന് ജാതിയില്ല, അവന് മതമില്ല, അവന് വ്യത്യാസമില്ല, സർവരെയും ഒരുപോലെ. അവനൊരു സുനാമിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വിടുകയാണെങ്കിൽ അതിൽ എറുമ്പ് മുതൽ കൊണ്ട് ആന വരെ, അതിനകത്ത് മുസ്ലിം സഹോദരങ്ങളും പെടും, ക്രിസ്തീയ സമുദായങ്ങളും പെടും, ഈ സകല ജാതികളും, ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളോ ഇപ്പോഴും പോകണമെന്ന് വിചാരിക്കാത്തവനും എല്ലാവരെയും അതിനകത്ത് പെടുത്തും. ഈ മരങ്ങളും ഈ സൃഷ്ടികളും, അതാണ് തത്വം. എല്ലാം നശ്വരങ്ങളാണ്. ആ നശ്വരങ്ങളായതിനെ നീ പൂജിക്കാതെ, അതാണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. പൂജിക്കുക എന്നുള്ളതിനേക്കാളും ഏറ്റവും ഉചിതമായിട്ടുള്ളത് സേവിക്കുക. സേവിച്ചു കഴിച്ചാൽ പൂജയേക്കാൾ ധർമ്മത്തെക്കാൾ വലിയൊരു പൂജയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു താനാരാ ക്രിസ്ത്യാനിയാണോ എന്നാ വരും, മുസ്ലിമാണോ പോവുക, അല്ല എന്താ ഹിന്ദുവാണോ എന്താ അങ്ങോട്ട് പറയും. ഇങ്ങനെയല്ല പറയേണ്ടത്. മനുഷ്യനെ മനുഷ്യൻ നന്നായി കണ്ടുകൊണ്ട് മനുഷ്യനാകാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും ഇവിടെ സമാധാനം ഉണ്ടാകും. അല്ലാതെ പഠിപ്പിക്കേണ്ടത് മറ്റുള്ളതല്ല. ഞാനിട്ടിരിക്കുന്ന മുണ്ട് തന്നെ എല്ലാവരും ഉടുത്തിരിക്കണം എന്ന് ഞാൻ ശഠിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ളത് ഇടാം. ആ ഒരു ചിന്താഗതി മനുഷ്യന് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കും നമുക്കുള്ളതിന് ഏത് തരത്തിലുള്ള ഡ്രസ്സ് ചെയ്യുന്നതിലല്ല, ഉള്ളിലുള്ള വിഷത്തെ നമ്മൾ ഇല്ലാണ്ടാക്കി ഉള്ളിലുള്ള ചിന്താഗതിയെ ശുദ്ധമാക്കി കഴിഞ്ഞാൽ പുറത്തുള്ള കപട വേഷങ്ങളൊന്നിനും ഒരു വിലയുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അത് മനസ്സിലാക്കട്ടെ എല്ലാ മതങ്ങളും. ഉദ്ദേശം നാം ഏവരും പോയി ചേരേണ്ട ആ പരമമായിട്ടുള്ള മറ്റു വിശ്വസിക്കാത്തവരെ പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വിശ്വാസികൾ തമ്മിൽ അടിച്ചു ചാകുന്നതിനെ പറ്റി ചർച്ച ചെയ്ത് അത് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റതിനെ പറ്റി ചിന്തിക്കാം. അവരുടെ ആ കാര്യങ്ങൾ അവർ നോക്കിക്കോട്ടെ. അപ്പൊ ആദ്യം നമ്മുടെ വീട്ടിലെ കാര്യം നോക്കാം. അത് നമ്മുടെ വീട് വിശ്വാസികൾ എന്നുള്ളതാണ്. ഞാനൊരു വിശ്വാസിയാണ്. മൂഢവിശ്വാസങ്ങളെയല്ല, പലതും ഞാൻ ശ്രമിച്ച് കണ്ട് അറിഞ്ഞ് വേണ്ടാത്തതിന് വേണ്ടെന്ന് വെച്ചു, വേണ്ടിയതിന് വേണ്ടിയതെടുത്ത്. ഞാൻ ഏറ്റവും എനിക്ക് ഓർമ്മിക്കുന്നത് ബഹറിനിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഹോട്ടലിൽ ഉള്ള ഖുറാൻ എടുത്ത് വായിക്കണമെന്ന് വിചാരിച്ച് ആ ഖുറാൻ ഒന്ന് കയ്യിൽ വെച്ച് കളയാമെന്ന് വിചാരിച്ചു. ഹോട്ടലിലല്ലേ, കോംപ്ലിമെന്റ് ഒന്നും അല്ലെങ്കിലും എടുത്തു കളയാമെന്നൊരു ചെറിയൊരു കുറ്റബോധം പിന്നെ വന്നപ്പോൾ വേണ്ട, എടുക്കണ്ട, അതൊരു കളവല്ല, വേണ്ടാന്ന് വെച്ചു. അടുത്ത ഒരു മാസത്തിനകത്ത് വാക്യം അത് വായിച്ചപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ 62ാമത്തെ വേഴ്സ് വായിച്ചപ്പോൾ ദോസ് ഹു ബിലീവ്സ് ഇൻ ഗോഡ്, ഓഫ് കോഴ്സ് ഒരു ചെറിയ ഒരു ബ്രാക്കറ്റിൽ അള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ സഹോദരങ്ങളോട് ചോദിച്ചു, ഈ അള്ളാഹ് എന്നുള്ളത് ഞാൻ സമ്മതിച്ചു അത് ദൈവമാണ് എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ ഞാൻ ഇംഗ്ലീഷിൽ ഒരാളോട് പറയണമെങ്കിൽ അള്ളാഹ് എന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് പറഞ്ഞ് കുറേ ആ ഫെനാറ്റിക്കൽ ഇതുള്ള എൻ്റെ ഒരു സഹോദരന് പോലെയുള്ള അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു, എനിക്കറിയാം എന്തിനാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത് ഇതാണ്, അള്ളാഹുള്ളത് എനിക്കൊന്നൊരു ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു തരണം. അതെന്താണെന്ന് പറഞ്ഞപ്പോൾ അല്ല അത് അള്ളാഹ് തന്നെ എന്ന് പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു. അതല്ല എനിക്ക് ഇംഗ്ലീഷുകാരനോടൊന്ന് പറയണമെങ്കിൽ അത് നമുക്ക് പറയണമെങ്കിൽ ഗോഡ് കാര്യം കഴിക്കും. ഇത് ഭാഷകൾ കൊണ്ട് വ്യത്യസ്തമാക്കിയതാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അയ്യോ ഈശ്വരൻ നമുക്ക് പറയാൻ പാടില്ല. ഒരു കാലത്ത് പലരും ഇത് ചെയ്യുന്നു. ക്രിസ്ത്യാനികൾ കഥകൾ കാണാൻ പാടില്ല, ക്രിസ്ത്യാനികൾ അമ്പലത്തിന് മുൻപിൽ കൂടി പോകാൻ പാടില്ല, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളും ആ വഴിക്ക് പോകാൻ പാടില്ല. ഇതൊക്കെ ഇനി മാറിപ്പോകും.